ഈ ഗാസയിൽ ഭക്ഷണം കിട്ടുന്നില്ല, അഭയാർത്ഥികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നൊരു വാർത്ത ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രീതി അതിലെ യഥാർത്ഥ സംഭവം? അതായത് ഗാസയിലേക്ക് വരുന്ന ഫുഡ് ട്രക്കൊക്കെ ഇസ്രായേൽ എന്താ പറയാ തട്ടിക്കൊണ്ട് പോയി അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ലേ? അതാണ് ചേട്ടൻ ചോദിച്ചത്. അത് ഇസ്രയേൽ കൊണ്ടുപോയി, ഇസ്രയേൽ ഇവർക്ക് മനഃപൂർവ്വം ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊരു കഥയാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് മീഡിയ വൺ പോലുള്ള ചാനലിലൊക്കെ ചർച്ചയായിരുന്നു. മീഡിയ വണ്ണെ മാറ്റി നിർത്തി മാത്രമല്ല ബാക്കി പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി പത്രങ്ങൾ മാതൃഭൂമിയിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. മീഡിയ വൺ അതല്ലാണ്ട് മറ്റൊന്നും കൊടുക്കൂലല്ലോ. മലയാള പത്രങ്ങൾ ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു, മറ്റു മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇസ്രായേലിന് എതിരെ പറയുക, അതായത് അവിടെ ഇസ്രായേൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാതെ നടക്കുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ്. സിംപ്ലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, നടക്കുന്ന കാര്യങ്ങളുടെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ഹമാസുകൾക്ക് വേണ്ടി കുടപിടിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ നമ്മൾ ഇവിടെ തന്നെ കണ്ടു. ഹമാസ് നേതാവിനെയൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലല്ലാണ്ട് ഈ ആചാരങ്ങളൊന്നും നടക്കൂല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും UN-ന്റെ നേതൃത്വത്തിൽ ഗസ അതിർത്തി കടന്നിട്ടുള്ള 108 ട്രക്കുകളിൽ 15 ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള നട്ടാൽ കുറുക്കാത്ത നുണയാണ് ഈ മാധ്യമങ്ങളെല്ലാം കൂടെ പടച്ചങ്ങ് വിട്ടത്. അത് കട്ടയ്ക്ക് അവിടെ തച്ചിന് കുത്തിയിരുന്ന് കൊടുത്തു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അങ്ങ് കൊടുത്തു. അപ്പൊ കിട്ടുന്ന ഒരു മനസുഖം, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ഈ ഫുഡ് ട്രക്കുകളൊക്കെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും അടുത്തത് പറയാൻ പോകുന്നത് അവിടെ പട്ടിണിയാണ്, ഭക്ഷണത്തിന് ക്ഷാമമാണ്, കുട്ടികളൊക്കെ മരിക്കാൻ പോകുന്നു, അതിന് കരയുന്ന ഒരു കുട്ടിയുടെ പിക്ചറൊക്കെ വെക്കുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ അതെ, ഇതൊക്കെ വെക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും, പെട്ടെന്ന് നമ്മളെല്ലാവരും അത് തന്നെ വിശ്വസിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വിശന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഫീൽ ചെയ്യും നമുക്ക് അല്ലെ? അത്തരത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ഇസ്രായേലിനെ പോലെ നരാധമന്മാർ വേറെ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ സത്യം പറഞ്ഞ ആ ഒരു പിക്ചറോ അതിനൊരു അത് മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളുടെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിനെ ഇങ്ങനെ കരുതേച്ച് കാണിക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇവിടെ വളരെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത് വേറൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ സത്യം മറച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിനെ കരുതേച്ച് കാണിക്കാൻ നിരവധി മുഖ്യധാര മാധ്യമങ്ങൾ പണിയെടുത്തുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് അതായിരുന്നു. ഇത്തരത്തിലുള്ള ഫുഡ് ട്രക്ക് തട്ടിക്കൊണ്ട് പോകുന്നു, അവിടെ ഭക്ഷണമില്ല, കുട്ടികൾ മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വാർത്ത പോലും ആവശ്യമില്ല. ഒരു പടം അതിന്റെ ഒരു ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ദയനീയത നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളലിയും നമ്മൾ പ്രാഗിപ്പോകും. ഇസ്രായേൽ എന്ന രാജ്യത്തിന് നമ്മൾ പ്രാഗിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അൽ ജസീറയൊക്കെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഈ തരത്തിലുള്ള കാര്യങ്ങളല്ല. അൽ ജസീറ എപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുഴലൂത്ത് മാത്രമേ നടത്തുള്ളൂ. അത്തരത്തിലുള്ള മറ്റു മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും നിഷ്പക്ഷമായിട്ടുള്ള ചില മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലാവുക. ഈ സംഭവം, ഈ ട്രക്ക് കൊള്ളയടിച്ചത് ഹമാസാണ്. തീർച്ചയായിട്ടും ഹമാസാണ് കൊള്ളയടിച്ചത്. എന്നിട്ട് പടച്ചു വിടുന്ന വാർത്ത നേരെ തിരിച്ചാണ്. ഈ കൊള്ളയടിക്കുന്ന സാധനം ഇവരെന്ത് ചെയ്യും? ഇവർ കൊണ്ടുപോയി വിൽക്കും. ഹമാസ് കൊണ്ടുപോയി വിൽക്കും. എന്തൊരു നെറികെട്ട പ്രവൃത്തിയാണെന്ന് ആലോചിക്കണം. അപ്പൊ ഇതെല്ലാം ജെറുസലേം പോസ്റ്റും റോയിട്ടേഴ്സും ഒക്കെ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേലിന്റെ ഉപരോധം മൂലം ഗസക്കാർ പട്ടിണിയിലാണ് എന്ന് മാത്രമാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു മറ്റു വശങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും തയ്യാറല്ല എന്ന് പറഞ്ഞ സത്യാവസ്ഥ ചകഞ്ഞു പോകാനോ അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെയും ആ സത്യാവസ്ഥ പ്രൊപ്പഗാൻഡ ആയിരിക്കാം ചേട്ടാ. അതുകൊണ്ടായിരിക്കും അത് ഇവരുടെ ഇത്തരത്തിലുള്ള അതൊക്കെ മോശം അല്ല. തീർച്ചയായിട്ടും പണം വരുന്ന വഴിയേ എല്ലാവരും പോകുള്ളൂ. വെറുതെ മേലോട്ട് ആദർശം പറഞ്ഞുകൊണ്ടിരുന്ന വയറ്റിപ്പഴപ്പാവില്ലല്ലോ. പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. ഇല്ലാത്ത കാര്യം ഇപ്പൊ അവിടെ ഗാസയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ ട്രക്ക് കൊള്ള എന്ന് പറയുന്ന നാടകം പോലും. അപ്പോൾ ഈ ഹമാസ പ്രപ്പഗാൻഡ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്നത്. അപ്പോൾ പലസ്തീനിലാണെങ്കിൽ UN-ന്റെ എന്താ പറയുക, UN-ന്റെ പല അഭയാർത്ഥി ക്യാമ്പുകളും ഏജൻസികളുമൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ പ്രവർത്തിക്കുന്നതിനെ എല്ലാം ഏകോപിപ്പിക്കുന്നത് UNRWA, അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ് എന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സംഘടനയിലൂടെയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, താമസം എന്നിവയൊക്കെ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ UN ഏകോപിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഇതിന് കീഴിൽ WUEPയും, അതായത് വേൾഡ് ഫുഡ് പ്രോഗ്രാമോ, വിദ്യാഭ്യാസം അടക്കമൊക്കെ കൊടുക്കുന്ന മറ്റ് ഏജൻസികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന മേൽപ്പറഞ്ഞ ആ ഒരു ഏജൻസി, അതിനെ UNRWA എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുക. ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് UN-ന്റെ കീഴിലാണെങ്കിലും ഇതിൽ ഭൂരിഭാഗവും വരുന്നത് ഹമാസിന്റെ ആളുകളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ UN-ന്റെ ഏജൻസിയാണ് എന്ന് പറയും, ഏകോപിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴും ഉള്ളിലുള്ള ആളുകളെല്ലാം ഹമാസിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും അവർക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന കണക്കുകളാണ് പുറത്തു വരിക എന്നുള്ളതുമൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഒക്ടോബർ 7 ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസുകൾ പോലും ഇതിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പേരിൽ 12 പേരെ അവസാനം UNRWA പ്രവർത്തകരാണ് ഇവരൊക്കെ എന്ന് മനസ്സിലായപ്പോൾ UN-ന് പിരിച്ചുവിടേണ്ടി വന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഗാസയിലാണെങ്കിൽ UN മാത്രമല്ല ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന GHF, വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന WCK, ഹഫീസി ചാരിറ്റബിൾ സൊസൈറ്റി ഓഫ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സംഘടനയും ഇസ്രായേൽ സർക്കാരിൻ്റെ എയ്ഡഡ് ട്രക്കുകളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യുന്ന കണക്കുകളൊന്നും ഈ UNRWAയുടേതിൽ പെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രധാന കാരണമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച ഇതുവരെ അവരുടെ ഒരു കണക്ക് പ്രകാരം 145 ട്രക്കുകൾ എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്നാണ് 15 ട്രക്കുകൾ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്ന് അവർ കള്ളക്കഥ മെനഞ്ഞത്. പക്ഷേ സത്യത്തിലുള്ള കണക്കനുസരിച്ച് എല്ലാം കൂടെ എല്ലാവരുടെയും ട്രക്കുകൾ വരുമ്പോൾ 496 ട്രക്കുകൾ മാത്രം ഗസയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന വിഷ്വൽ വരെ ഇന്നലെ ഏതോ ചാനൽ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ട്രക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകുന്നതും അത് പറഞ്ഞ കഥയും അത് തെറ്റാണെന്ന് വിവരമാക്കുന്ന വിഷ്വൽസ് ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടു. അതെ. അപ്പൊ 496 ട്രക്കുകളാണ് വന്നത്. അപ്പൊ അത് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലുമാണ്. അപ്പൊ സ്വതന്ത്ര ഏജൻസികളുടെ ട്രക്കുകൾ ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 79 ട്രക്കുകളായിരുന്നുവെങ്കിൽ ഈ ആഴ്ച അതിന് ചെറിയൊരു വർധന വന്നിട്ട് 82 ട്രക്കുകളായി. ഇതൊന്നും ഇവർ പറയുന്നില്ല, പകരം ഇവരിങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ എയ്ഡ് മുഖേന വന്നിട്ടുള്ള ട്രക്കാണെങ്കിൽ 52 ആയിരുന്നു, ഈ ആഴ്ച അത് 53 അപ്പോൾ ഒരു ട്രക്ക് കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ 15 UN ട്രക്കുകളാണ് തട്ടിക്കൊണ്ട് പോയത് എന്നാണ് പറയുന്നത്. ഇത് തന്നെ ഈ എന്താ പറയുക, വളരെ നല്ല മനസ്സുള്ള, ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വിശുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇത് തട്ടിക്കൊണ്ട് പോവുകയും ഈ കരഞ്ഞു നിലവിളിക്കുന്ന കുഞ്ഞിന് ഒരു നേരത്തെ അന്നം കൊടുക്കാതെ തട്ടിക്കൊണ്ടുപോയി അതുപോലും കരിഞ്ചന്തയിൽ വിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാകാതെയാണെന്ന് ഞാൻ അപ്പോഴും പറയും. ഈ കഥകളൊക്കെ ഇവർക്ക് അറിയാം, ഇതെല്ലാം അറിഞ്ഞിട്ട് ഇവർ മൂടി വെച്ചുകൊണ്ട് തന്നെ മൂടി വെക്കുന്നത് പലതിന്റെയും ചില അജണ്ടകൾ പ്രകാരം തന്നെയാണ്. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിന്റെ ഒക്കെ പടമൊക്കെ എടുത്തു വെച്ച് ഇത്തരത്തിലൊരു പടം? അതെ, ഇന്നുണ്ടല്ലോ പ്രമുഖ മാധ്യമത്തിൽ ഇതിന്റെ ഒരു ചിത്രം സഹിതം വലിയ പുറം എന്താ പറയാ ബാക്ക് പേജിൽ ഒരു വാർത്ത വലിയ രീതിയിൽ വന്നിട്ടില്ലേ? ആ വാർത്തയൊക്കെ ഇങ്ങനെ കൊടുക്കാമോ? അന്ധമായിട്ടുള്ള ഒരു വിരോധം, അന്ധമായിട്ടുള്ള വിരോധം കൊണ്ട് ഒന്നും ഈ പറയുന്ന, അത് മാത്രമല്ല ഈ യുദ്ധമില്ലാത്ത സമയത്ത് പലസ്തീനികൾക്ക് UN നൽകിയിരുന്ന പർച്ചേസ് കൂപ്പണുകളൊക്കെ ഉണ്ട്. ഇതിന്റെ പണം പോലും ഒഴുകുന്നത് ഈ ഹമാസുകളുടെ പോക്കറ്റിലേക്കാണ്.
യുദ്ധമില്ലാത്ത സമയത്ത് കൊടുക്കുന്ന കൂപ്പണുകളുടെ പണം പോലും ഒഴുകുന്നത്. കൂടാതെ വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ നല്ല ശമ്പളം പിടിച്ചു പറ്റി ഹമാസുകൾ തന്നെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഹമാസുകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് 2 രീതിയിലാണ് ഉപദ്രവം. ഇവരുടെ എല്ലാ കണക്കുകളും തെറ്റിയാണ് പുറം ലോകം അറിയുന്നത്. മാത്രമല്ല ഇവിടെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളത്, ഇവിടെ എവിടെ തുരങ്കം ഉണ്ടാക്കാമെന്നുള്ളത്, ഇനി ഏതെങ്കിലും ഒരു വീടിന് താഴെ തുരങ്കമുണ്ടോ എന്ന് നോക്കി വെക്കാനും ഒക്കെ കഴിയും. അതായത് പൂർണ്ണമായിട്ടും തെറ്റായ കണക്കുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങൾ യാതൊരു വിശകലനവും ചെയ്യാതെ, രണ്ടാമതൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ പടച്ചുവിടുകയും ചെയ്യുന്നു.